യെസ് സാർ കാണാം. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന NDAയുടെയും CDSന്റെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ടൈം ലൈൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈം ലൈൻ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ മിഡിൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ശേഷം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ദ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യൻസിന്റെ ആ ഒരു വരവോടുകൂടിയാണ്. അപ്പൊ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് വിത്ത് 1498, അതായത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1498 വാസ്കോ ഡ ഗാമ റീച്ചസ് കാലിക്കറ്റ്. ഇറ്റ്സ് എ ഫസ്റ്റ് ഡയറക്ട് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ. ഓക്കെ, അപ്പം 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തുന്നത്. ആദ്യമായിട്ട് കാപ്പാട്, കാലിക്കറ്റിലെ കാപ്പാട് കപ്പൽ ഇറങ്ങുന്നു. അതിനുശേഷം 1500, 501, 502, 505, 510 ഇങ്ങനെ വ്യത്യസ്ത വർഷങ്ങളിലായി പോർച്ചുഗീസുകാർ. അപ്പോ വാസ്കോ ഡ ഗാമ ആരുടെ ഭാഗമായിരുന്നു? പോർച്ചുഗീസ് നാവികനായിരുന്നു അദ്ദേഹം. അപ്പോ ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ആദ്യം കാലിക്കറ്റ്, പിന്നീട് കൊച്ചി, പിന്നീട് കണ്ണൂർ, പിന്നീട് 1510 ഗോവ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി അവർ എന്ത് ചെയ്തു? ട്രേഡ് സെറ്റിൽമെന്റുകൾ എന്ത് ചെയ്തു? പണിയിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം എക്സാമിന് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണിക്കാം. സ്റ്റുഡന്റ് 1498, then 1500 and 1510 Portuguese established control. അപ്പൊ 1505 ഫസ്റ്റ് ഗവർണർ ആയിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ആര് വരുന്നു? ഫ്രാൻസിസ് ഡി അൽമേഡ വരുന്നു. പിന്നീട് ഫ്രാൻസിസ് ഡി അൽബുക്കർക്ക് വരുന്നുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയി പോകേണ്ട ആവശ്യമില്ല. 1510 ഗോവ ക്യാപ്ചർ ചെയ്യുന്നു, അങ്ങനെ ഗോവ പോർച്ചുഗീസുകാരുടെ മെയിൻ ബേസ് ആയി മാറുന്നു. പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വർഷമാണ് 1600. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ 1612 ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി അറ്റ് സൂററ്റ്. 1612 ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി അറ്റ് സൂററ്റ്. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1639. അന്നത്തെ ഇമ്പോർട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മദ്രാസ് പട്ടണം, ബ്രിട്ടീഷുകാർ മദ്രാസ് പട്ടണം അക്യൂർ ചെയ്തു. കൂടാതെ ഫോർട്ട് സെന്റ് ജോർജ് ഓൾസോ ബിൽഡ്. ഓക്കെ, ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന മറ്റൊരു ഫോറിനേഴ്സ് ആയിരുന്നു ആര്? ഫ്രഞ്ചുകാർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ ആദ്യത്തെ ഫാക്ടറി 1668, 69 സമയത്ത് മസൂലി പട്ടണത്ത് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. പിന്നീട് അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി ഏത് മാറുന്നു? പോണ്ടിച്ചേരി മാറുന്നു. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1620 ഡെൻമാർക്ക്, ഡച്ച് എസ്റ്റാബ്ലിഷ്ഡ് their fort or trade settlement at Tranquebar. അപ്പോൾ ആദ്യഘട്ടത്തിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ഏർലി ട്രേഡ് ഇന്ന് ഇമ്പോർട്ടൻസ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത്. അടുത്തായി സ്റ്റുഡന്റ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ടൈം ലൈൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂറോപ്യൻ റൈവലറി
അപ്പോ ഇങ്ങനെ കുറെ യൂറോപ്യൻസ്, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ തമ്മിൽ ഒരു റൈവലറി ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാകുകയും അവർ തമ്മിൽ കുറെ യുദ്ധങ്ങൾ പിന്നീട് ഉണ്ടാകുകയും. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും അതിന്റെ വർഷമൊക്കെ നമുക്ക് പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1841 ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധം ഉണ്ടാവുന്നു. അങ്ങനെ ഡച്ച് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഡിഫീറ്റ് ചെയ്യപ്പെടുന്നു. അവരെന്ത് ചെയ്യുന്നു, ഡച്ചുകാർ ഇന്ത്യയിൽ പരാജയപ്പെടുന്നു. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഡേറ്റ് ആണ് 1846 മുതൽ, എനിക്കത് പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയൊരു ടെക്നിക്കൽ എററും ഉണ്ട്. 1846 മുതൽ 1863 വരെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, 1746 മുതൽ 1763 വരെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കുറെ വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സീരീസ് ഓഫ് വാർ, ഫസ്റ്റ് സെക്കൻഡ് ദെൻ തേർഡ് കർണാട്ടിക് വാർ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് വാറുകൾ ആര് തമ്മിൽ ഉണ്ടാവുന്നു, ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും തമ്മിൽ ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി അവർ ഇന്ത്യയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വാറാണ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പൊ ആ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ഒരു ആധിപത്യം അവർ ഉറപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിച്ചു കാണും. അപ്പം ഒരു ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ഈ ഫോറിനേഴ്സ്, അവിടുത്തെ ഇന്ത്യയിലെ സാഹചര്യം, കാരണം പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജാക്കന്മാർ, അപ്പൊ ആ ഒരു സാഹചര്യം മുതലെടുത്തിട്ടാണ് അവരെന്ത് ചെയ്ത് പിന്നീട് ഇന്ത്യയിൽ ഭരണം അല്ലെങ്കിൽ ഭരണകർത്താക്കളായി മാറുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി ബ്രിട്ടീഷുകാർക്ക് ഒരു എൻട്രി തുറന്നു കൊടുക്കുന്നു. ശേഷം 1759 ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന മറ്റൊരു യുദ്ധം ഉണ്ടാവുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ബേദ്ര. അതിൽ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഡിഫീറ്റ് ഫ്രഞ്ച് ഇൻ ബംഗാളിൽ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുന്നു. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു യുദ്ധമാണ് 1760 ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. തേർഡ് കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ട് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്, അതായത് ഇന്നത്തെ തമിഴ്നാടു മന്ദവസി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് വാണ്ടിവാഷ്. അങ്ങനെ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരുമായി അമ്പെ പരാജയപ്പെടുന്നു. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വാർ കൂടി ഇതിന്റെ കൂടെ ഉണ്ട്, ബാറ്റിൽ ഓഫ് ബക്സാർ. 1765 ബാറ്റിൽ ഓഫ് ബക്സാർ. ആ ബാറ്റിൽ ഓഫ് ബക്സാറിലൂടെ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായിട്ടും ഒരു ഭരണം ലഭിക്കുന്ന ഒരു എൻട്രി പോയിന്റ് കൂടിയാണ് 1765 ഈ ഒരു ദിവാനി റൈറ്റ്സ്. ദിവാനി റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് കേട്ടോ, ടാക്സ് കളക്ട് ചെയ്യാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു സോവറിൻ കൺട്രി അല്ലെങ്കിൽ ഒരു സോവറിൻ അതോറിറ്റിക്കാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ്. ആ റൈറ്റ്സ് ആണ് അവരിലൂടെ 1765 ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. സോ ആ സമയം മുതൽ ദേ ആർ ബിഗിനിങ് ദ റവന്യൂ കൺട്രോൾ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈ ഒരു കമ്പനി ആധിപത്യം എന്ത് ചെയ്യുന്നു, പല മേഖലകളിലും ആധിപത്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ കമ്പനിയെ പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതായത് കമ്പനി വളർന്നു വലുതായി പല സമയങ്ങളിലും ബ്രിട്ടീഷ് പാർലമെന്റ് MP-മാർ ഇവർക്കെല്ലാം പേടിയാവുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യുക എന്നതിന്റെ ഭാഗമായിട്ട് അവര് ഇന്ത്യയിൽ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് പോലെയുള്ള പല ആക്ടുകളിലൂടെയും എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ആക്ട് ആണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്, ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടുവാർഡ് ബ്രിട്ടീഷ് പാർലമെന്ററി കൺട്രോൾ. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 1775 മുതൽ 82 വരെ പല സമയങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷുകാരും മറാത്താസും തമ്മിലുള്ള യുദ്ധം, അതായത് നമ്മളെ ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയും. ആംഗ്ലോ മറാത്ത വാർ, കാരണം ഈ ആംഗ്ലോ മറാത്ത വാറിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റീസ്
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സീരീസ് ഓഫ് വാറിന്റെ ഭാഗമായി 4 പ്രധാനപ്പെട്ട ട്രീറ്റീസ് മറാത്താസ് അല്ലെ, ശിവാജിയുടെ മറാത്താസ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ സൈൻ ചെയ്യുന്നുണ്ട്. ആദ്യമായി 1775 സൂററ്റ് ട്രീറ്റി, പിന്നീട് 1776 പുരന്തർ ട്രീറ്റി, പിന്നീട് 1779 വാഡ്ഗാവോൺ ട്രീറ്റി, പിന്നീട് 1882 സാൽബായ് ട്രീറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ട്രീറ്റീസ് ആണ്, എഗ്രിമെന്റുകളാണ് ബ്രിട്ടീഷുകാരും മറാത്താസും തമ്മിൽ സൈൻ ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു എവല്യൂഷൻ ആണ് 1893 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ടാക്സ് റവന്യൂ സിസ്റ്റം കൊണ്ടുവരുന്നു. ഇതിന്റെ കൂടെ തന്നെ പിന്നീട് പല വർഷങ്ങളിലായി റൈറ്റ്വാരിയും മഹൽവാരിയും കൂടി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇയർ നമുക്ക് നോക്കാനുള്ളത് 1799, ദ ഡെത്ത് ഓഫ് ടിപ്പു സുൽത്താൻ. അതും 4th ആംഗ്ലോ മൈസൂർ വാറിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്, 1799. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1800, ഫോർട്ട് വില്യം കോളേജ്. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് ആര് സ്ഥാപിക്കുന്നു? വെല്ലസ്ലി അല്ലേ, റിച്ചാർഡ് വെല്ലസ്ലി സ്ഥാപിക്കുന്നു ഫോർട്ട് വില്യം കോളേജ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, ബ്യൂറോക്രാറ്റ്സിനെ ഇന്ത്യയിൽ ട്രെയിൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. മറ്റു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇയർ നമുക്ക് നോക്കാം, 1802, ദ ട്രീറ്റി ഓഫ് ബസൈൻ. അത് മറാത്താസും തമ്മിലുള്ള ഒരു ട്രീറ്റി ആയിരുന്നു. മറ്റു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് 1813 ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ട്, ആ ഒരു ട്രീറ്റിയിലൂടെ ഈ കമ്പനിയുടെ ഒരു മൊണോപ്പൊളി അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് 1813 ചാർട്ടർ ആക്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടർ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം, ആ ഒരു കൊളോണിയലിസത്തെ നമ്മൾ 3 ഫേസുകളായി തരംതിരിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ എത്തുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഫസ്റ്റ് ഫേസ് 1757 മുതൽ 1813 വരെയാണ്. 1757 മുതൽ 1813 വരെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. പിന്നീട് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1818. അങ്ങനെ മറാത്താസിന്റെ ആ ഒരു പവേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാവുന്നു. അങ്ങനെ അവർ ബ്രിട്ടീഷുകാരുടെ പാരമൗൺസി അവർ അംഗീകരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു പോവാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താനുണ്ട്. ഇനി നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസിനെ കുറിച്ചിട്ടാണ്. നോക്കാം, 1820 മുതൽ 1840 വരെ ആ ഒരു സമയത്ത് ഈ ഒരു ഒപ്പിയം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഒപ്പിയം, കറുപ്പ് കയറ്റിയിരിക്കുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം കൂടുന്നുണ്ട്. നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ആക്ട് നമുക്ക് നോക്കാനുള്ളത് 1833 ചാർട്ടർ ആക്ട് ആണ്. അപ്പൊ 1813 ശേഷം 20 വർഷത്തിന് ശേഷം 1833 ചാർട്ടർ ആക്ട്. ആ ചാർട്ടർ ആക്ടിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് പർപ്പസ് മൊത്തമായിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇയർ 1839 മുതൽ 42 വരെ, ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് 1843 നമുക്ക് അറിയാം, സ്ലേവറി അബോളിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റും കൂടിയാണ്. പിന്നീട് 1848 മുതൽ 1856 വരെ, എന്താണ് 1848 മുതൽ 1856
ആരായിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ? ലോർഡ് ഡൽഹൌസി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാൻ ഉള്ള പല കാരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണക്കാരനായിരുന്നത് ലോർഡ് ഡൽഹൌസി ആയിരുന്നു. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോർഡ് ഡൽഹൌസി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പ് അവർ ഇന്ത്യയിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. ലോർഡ് കാനിൻ പിന്നീട് ഗവർണർ ജനറലായി വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ ഈ 1848 മുതൽ 1856 വരെ പല കാര്യങ്ങളും, പല പോളിസികളും, പല ഇനീഷ്യേറ്റീവ്സും അതുപോലെ തന്നെ ഡൽഹൌസി എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം നോക്കാം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അതായത് ഒരു രാജ്യം, അല്ലെ, ഒരു രാജവംശം അല്ലെങ്കിൽ ഒരു രാജ്യം, അല്ലെങ്കിൽ ആ രാജ്യത്ത് ആൺമക്കളില്ലാത്ത, അതായത് നോർമലി അല്ലെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, അവരുടെ ആൺമക്കൾക്കാണ് അടുത്ത രാജപദവി കൊടുക്കാറ്. അപ്പോൾ ആൺമക്കളില്ലാത്ത രാജ്യങ്ങളുടെ ആ ഒരു അധികാരം ആര് കൈയാളുന്നു? ഈ ബ്രിട്ടീഷുകാർ കൈയാളുന്ന ഡോക്ടർ ഓഫ് ലാപ്സ്, ആ ഒരു പോളിസി കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നത് റെയിൽവേ ആണ്. റെയിൽവേ അല്ലെ, 1853 ഇന്ത്യയിൽ ആദ്യമായി മുംബൈയിൽ നിന്നും താനെയിലേക്ക് റെയിൽവേ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ടെലഗ്രാഫ് ലൈൻ 1854 കൊണ്ടുവരുന്നു. ദെൻ PWD അല്ലെ, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കുറേയധികം ഇനീഷ്യേറ്റീവ് ആരെടുക്കുന്നുണ്ട്? ലോർഡ് ഡൽഹൌസി എടുക്കുന്നുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇയർ നമുക്ക് നോക്കാം. 1856 ദ അനസെക്ഷൻ ഓഫ് ഔട്ട്സ്. ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് റിവോൾട്ട് ആണ്. 1857 അല്ലെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോ ഈ 1857 നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ബ്രിട്ടീഷുകാർ എന്നാണ് ഇന്ത്യയിൽ ഈ ഭരണം ആരംഭിക്കുന്നത്? 1757 അല്ലെ. 1757 കൃത്യം 100 വർഷം തികയുമ്പോഴാണ് ഈ ഒരു 1857 കൃത്യം 100 വർഷം തികയുമ്പോഴാണ് ഇന്ത്യക്കാർക്ക് ബോധോദിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ ഒരു കമ്പനിക്ക് മാത്രം ഇന്ത്യയിലെ ഭരണം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ കമ്പനി റൂൾ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിലൂടെ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നു. ഓക്കെ, അടുത്തതായി ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിൽ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആ ഒരു സമയത്ത് കാണുന്ന കുറേയധികം റിഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1859 ഈ ലോണുകളുമായി ബന്ധപ്പെട്ട് ഒരു ലിമിറ്റേഷൻ ആക്ട്, ഞാൻ അത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് തരാം. ലോൺ വാലിഡിറ്റി റെസ്ട്രിക്റ്റഡ്, ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് തരാം. 1860 മുതൽ 1880 വരെ നമ്മൾ കാണുന്നത് റെയിൽവേ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി റെയിൽവേ 1853 റെയിൽവേ ഇന്ത്യയിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നെങ്കിലും പിന്നീട് അത് എക്സ്പാൻഷൻ ഒരു സ്റ്റേജ് 1860 മുതൽ 80 വരെ സമയങ്ങളിലാണ് അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയെ ഒരു കൊമേഴ്സ്യലൈസേഷൻ എന്ന രീതിയിൽ അല്ലെ, വാണിജ്യവൽക്കരണം, അതായത് ഈ ഒരു കൃഷി വാണിജ്യവൽക്കരണത്തിന്റെ വലിയൊരു സാധ്യത ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നതും ഇന്ത്യയിൽ ഒരു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നടപ്പിലാക്കുന്നതും. ശേഷം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു അപ്രൈസിങ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സമരമാണ് 1875 ഡെക്കാൻ റൈറ്റ്സ്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇയർ നമുക്ക് പരിശോധിക്കാനുള്ളത് 1878 1878 ലോർഡ് ലിട്ടൺ പ്രഭു ഇന്ത്യയിൽ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് വെർണാക്കുലർ പ്രസ് ആക്ട്
എന്തൊക്കെയാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇന്ത്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്, ഒരു ആക്ടും കൂടിയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ഡേറ്റ് 1882 ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന്റെ ഫോക്കസ് എന്തായിരുന്നു? ഫോക്കസ് ഓൺ പ്രൈമറി എഡ്യൂക്കേഷൻ. രണ്ട് സ്ലൈഡും കൂടെ. ഓക്കെ യെസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഇയേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർ ഫസ്റ്റ് യൂറോപ്യൻ ടു സെറ്റ് അപ്പ് ട്രേഡിംഗ് സെറ്റിൽമെന്റ് ഇന്ത്യ? താഴെ പറയുന്നതിൽ ആരാണ് ആദ്യമായി ഇന്ത്യയിൽ ട്രേഡ് സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ ഫ്രഞ്ച്, ഓപ്ഷൻ ബി സ്പാനിഷ്, ഓപ്ഷൻ സി പോർച്ചുഗീസ്, ഓപ്ഷൻ ഡി ഡച്ച്. ആരായിരുന്നു ഇന്ത്യയിലേക്ക് ആദ്യം വന്നത്? പോർച്ചുഗീസുകാരല്ലേ? സോ ആൻസർ സി, പോർച്ചുഗീസ്. ഓപ്ഷൻ സി, പോർച്ചുഗീസ്. പോർച്ചുഗീസ് കേട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ബാറ്റിൽ ഓഫ് ബേദര വാസ് ഫോർട്ട് ബിറ്റ്വീൻ? ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് ബേദര? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ, അല്ലേ? സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് പ്ലേസ് ഫസ്റ്റ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഒരു ഫാക്ടറി സ്ഥാപിച്ച എവിടെയായിരുന്നു? സൂററ്റിലായിരുന്നു, അല്ലെ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡൽഹി. സൂററ്റിലായിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യത്തെ ഒരു ഫാക്ടറി സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തായിരുന്നു? ജാനസ്പറ. കാലിക്കറ്റില് അതിന്റെ ഇതുണ്ടായിരുന്നു, കമ്പനി ഉണ്ടായിരുന്നു. കാലിക്കറ്റിൽ പോർച്ചുഗീസുകാർ. കാലിക്കറ്റിൽ പോർച്ചുഗീസുകാരായിരുന്നു 1500. ഏകദേശം 100 കൊല്ലത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതും അവിടെ എന്ത് ചെയ്യും, സൂററ്റിൽ ആര് സ്ഥാപിക്കുന്നത്? ബ്രിട്ടീഷുകാർ സൂററ്റിലാണ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. അത് 100 കൊല്ലത്തിന് ശേഷം. ഓക്കെ സർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഇൻ സൗത്ത് ഇന്ത്യ ഡിഡ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺസ്ട്രക്റ്റഡ് എ ട്രേഡിംഗ് പോസ്റ്റ് ഇൻ 1639? 1639 സൗത്ത് ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ബ്രിട്ടീഷുകാർ ഒരു ഫാക്ടറി സ്ഥാപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ബി, മദ്രാസ് പട്ടണം. അപ്പൊ ആ ഒരു മദ്രാസ് പട്ടണം സ്ഥാപിക്കുന്നതിന് കൂടെ തന്നെ ഫോർട്ട് സെന്റ് ജോർജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടയം കൂടി എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ, അതും നമ്മുടെ മദ്രാസ് പട്ടണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, ചെന്നൈയിൽ തന്നെ, മദ്രാസിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഫോർട്ട് കൂടി ഉണ്ടാക്കുന്നുണ്ട്. The British acquired Madras Pattanam in 1639 and built Fort St. George there. It later became a major administrative and trading center. ഈ ഒരു സ്പീഡിൽ പോയാൽ പോരെ, കുഴപ്പമില്ലല്ലോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ് അടങ്ങിയ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അഡ്രസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? 2024 NDA ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ട്രേഡ് സർപ്ലസ് വിത്ത് ഇന്ത്യ ഇൻ 19th century mean that value of British export to India was much higher than value of import from India. അപ്പൊ നോർമലി എന്താണ് ഒരു സർപ്ലസ്? ഇപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷുകാരുടെ സർപ്ലസിനെ കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ,
ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെ അവർക്ക് ട്രേഡ് സർപ്ലസ് ആയിരുന്നു. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ശരിയല്ലേ? ശരിയാണ് അല്ലേ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ലേറ്റ് 19th century വേൾഡ് എക്കണോമി by helping Britain balance its deficits. അപ്പോ നിങ്ങൾ ഈ ശശി തരൂരിന്റെ ഒക്കെ ആ ഒരു പ്രസംഗം കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. അപ്പൊ ആ പ്രസംഗത്തിലൊക്കെ പറയുന്നുണ്ട്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എക്കണോമിയിൽ വലിയൊരു പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ വലിയ പെർസെൻറ്റേജ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു. അപ്പൊ ആ ഒരു ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന ഈ സർപ്ലസുകൾ അവർക്കുള്ള ബ്രിട്ടന്റെ പല ഡെഫിസിറ്റുകളും കമ്മികളും കുറക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം 1875-76 ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അമേരിക്കൻ കോളനി നഷ്ടമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നികത്താനൊക്കെ വേണ്ടി അവർ ഇന്ത്യയിൽ നിന്നുള്ള പണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടൻ ഗ്രൂ opium in India and exported it to China, and therefore for a while after 1820 opium became India's single largest export. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു ടൈം ലൈനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1820 മുതൽ 1840 ആ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും ഒപ്പിയം, കറുപ്പ്, ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ കൂടുതലായിരുന്നു. സോ ആ സമയത്ത് ഇന്ത്യയുടെ വലിയൊരു ലാർജ് ചങ്ക് ഓഫ് എക്സ്പോർട്ട് ഈ ഒപ്പിയത്തിൽ നിന്നായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ 19th century സോ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. 19ാം സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1800-കളിൽ സോ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ഡിക്ലൈൻ ആൻഡ് ദാറ്റ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഇൻക്രീസ്. Export of Indian raw materials decline and that of manufactured goods increase. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ പറയുന്നത് ദ 19th century അല്ലെ 1800-കളിൽ സോ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ഡിക്ലൈൻ. അതായത് ഇന്ത്യയിൽ നിന്നും കുറഞ്ഞ റോ മെറ്റീരിയൽസ് മാത്രമേ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള മാനുഫാക്ചർഡ് ഗുഡ്സ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഇത് ആക്ച്വലി ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ കോളനിവൽക്കരണം അല്ലെങ്കിൽ കോളനൈസേഷൻ, ഈ കോളനൈസേഷൻ 3 രീതിയിൽ അല്ലെങ്കിൽ 3 ഫേസുകളായിട്ടാണ് തരംതിരിക്കുന്നത്. നമ്മളതിനെ ഷോർട്ട് ഫോം ആയിട്ട് മനസ്സിലാക്കാം. MIF. ദാറ്റ് ഈസ് M stands for മെർക്കന്റിലിസം. I stands for industrialism. Then F stands for financial is colonialism. Okay. അപ്പൊ അതിൽ ആദ്യഘട്ടത്തിൽ ഈ മെർക്കന്റിലിസം എന്ന് പറയുന്നത് 1757 മുതൽ 1813 വരെയാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. 1757 മുതൽ 1813 വരെ. ഓക്കെ,
അപ്പൊ ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുതുതായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെ ഒരു മാർക്കറ്റ് കിട്ടി. അപ്പൊ ആ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, അവരങ്ങ് പിടിച്ചടക്കി ഒരു മൊണോപ്പൊളി ആയിട്ട് അവര് എന്ത് ചെയ്യുന്നു, ആ, സാധനങ്ങളെല്ലാം വിറ്റഴിക്കുന്ന ഒരു മാർക്കറ്റായിട്ടായിരുന്നു ഈ ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യയെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ ഒരു മൊണോപ്പൊളി മാർക്കറ്റായിരുന്നു ഇന്ത്യ. ഓക്കെ, ആ ഒരു മൊണോപ്പൊളിയാണ് പിന്നീട് ഈ ഇൻഡസ്ട്രിയൽ കൊളോണിയലിസം എന്നുള്ള ആ ഒരു ഫേസിൽ പിന്നീട് മാറുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു മൊണോപ്പൊളി എന്ത് ചെയ്യുന്നു, മൊണോപ്പൊളി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിക്ക് നഷ്ടപ്പെടുന്നു. അതിന് കുറേയധികം ഇന്റർനാഷണൽ ഫാക്ടറും കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ ഇന്റർനാഷണൽ ഫാക്ടർ ഇപ്പൊ എക്സാമ്പിൾ 1813 ആ സമയത്തെല്ലാം ഫ്രഞ്ചുകാർ, പ്രത്യേകിച്ച് ആര്, നമ്മുടെ പേര് മറന്നല്ലോ, നെപ്പോളിയൻ കോണ്ടിനെന്റൽ തിയറി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോളിസി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യൂറോപ്യൻ കോണ്ടിനെന്റ് ഉള്ള ആൾക്കാർ മാത്രം തമ്മിൽ എന്ത് ചെയ്താൽ മതി, കച്ചവടം ചെയ്താൽ മതി എന്നുള്ള ഒരു പോളിസി ആയിരുന്നു കോണ്ടിനെന്റൽ പോളിസി. അപ്പൊ ആ ഒരു പോളിസിയുടെ ഒരു ആ ഒരു പോളിസി യഥാർത്ഥത്തിൽ എഗെയിൻസ്റ്റ് ആയിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരായിരിക്കുന്ന മറ്റ് ആൾക്കാർക്ക് ബിസിനസ് കൊടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ എന്ത് ചെയ്തു, അവർക്കും കൂടി ഓപ്പൺ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ മൊണോപ്പൊളി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സമയം മുതലാണ് 1813 മുതൽ 1858 വരെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ കൊളോണിയലിസം എന്നുള്ള ഒരു ഫാക്ടർ വരുന്നത്. അപ്പം ഈ ഒരു ഫാക്ടർ, ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇന്ത്യയിൽ നിന്നും മാക്സിമം റോ മെറ്റീരിയൽസ് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്നുള്ള മാക്സിമം എന്ത് ചെയ്യുന്നു, ഈ മാനുഫാക്ചറിങ് ഗുഡ്സ് ഇന്ത്യയിൽ വിറ്റഴിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ നാലാം സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് കുറഞ്ഞു എന്നാണ്. അല്ല, പകരം കൂടുകയാണ് ചെയ്തത്. ഓക്കെ, കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് അവരെന്ത് ചെയ്തു, ലാർജ് ബൾക്കി ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള സാധനം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. നാലാമത്തെ തെറ്റാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഡി. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഞാൻ ഒരു ഫേസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Where did French East India Company established its factory in India? Where did the French East India Company first establish its factory in India? ഫ്രഞ്ചുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് എവിടെയാണ്? മസൂലിപ്പട്ടണത്ത്, അല്ലേ? യെസ്, ഓപ്ഷൻ ഡി, മസൂലിപ്പട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ. At which place did Danish establish their settlement in India? ഡച്ചുകാർ എവിടെയാണ്? ട്രാൻക്യൂബാർ. അതും ഓപ്ഷൻ ഡി ആണ്. ട്രാൻക്യൂബാറിലാണ് ഡച്ചുകാർ അവരെന്ത് ചെയ്യുന്നത് 1620 ഒരു ട്രേഡ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? 2022 NDA ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ആഫ്റ്റർ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ആഫ്റ്റർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1498. അപ്പൊ രണ്ടുപേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഈസ് ബോത്ത് 1 and 2. ബോത്ത് 1 and 2. ലാപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, സോറി. അപ്പോ 1600ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്, അല്ലെ? ഡച്ചുകാർ അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602ലാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്ഥാപിക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയാണ്, രണ്ടാമത് സ്ഥാപിക്കുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? ശരിയാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1498. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് 2 യൂറോപ്യൻസ് വേർ ഇൻവോൾവ് ഇൻ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് ഇൻ 1760? 1760 ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് അല്ലെങ്കിൽ വന്തവസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ, അല്ലേ? സോ ഓപ്ഷൻ എ, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു ഈ വാണ്ടിവാഷ് യുദ്ധം. കർണാട്ടിക് വാറിന്റെ ഭാഗമായിരുന്നു ഈ വാണ്ടിവാഷ് യുദ്ധം, കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കർണാട്ടിക് വാർ എൻഡഡ്. വാട്ട് ഇസ് യുവർ ആൻസർ? എൻഡഡ് വിത്ത് എ ട്രീറ്റി ഓഫ് ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിക്കുന്നത് ദ ട്രീറ്റി ഓഫ് എക്സ്ല ചാപ്ലെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രീറ്റിയാണ്. ആ ട്രീറ്റിയിലൂടെയാണ്. സോ ഓപ്ഷൻ ബി, കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, എക്സ്ല ചാപ്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബാറ്റിൽസ് കുഡ് സീൻ ആസ് ലേയിങ് ഫോർമൽ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് രാജ് ഇൻ ഇന്ത്യ? താഴെ പറയുന്നതിൽ ബ്രിട്ടീഷ് രാജ്യം അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് രാജ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു എൻട്രി പോയിന്റ് കൊടുക്കുന്ന ഒരു യുദ്ധം, അത് ഏത് യുദ്ധമാണ്? യെസ്, അതിൽ യു ആർ കറക്റ്റ്, ബാറ്റിൽ ഓഫ് പ്ലാസി, അല്ലെ? 1857 ബാറ്റിൽ ഓഫ് പ്ലാസി. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following was ended by Treaty of Salbai? ട്രീറ്റി ഓഫ് സാൽബായിയുടെ ഭാഗമായി എന്ത് ചെയ്തു? ഏത് യുദ്ധമാണ് അവസാനിച്ചത്? ഇപ്പൊ സാൽബായ് ട്രീറ്റി ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും മറാത്താസും, അല്ലേ? അപ്പോ സാൽബായ് ട്രീറ്റി, ഓപ്ഷൻ എ, ഫസ്റ്റ് മറാത്ത വാർ കൺക്ലൂഡ് ചെയ്ത ഒരു ട്രീറ്റി ആയിരുന്നു സാൽബായ് ട്രീറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രീറ്റി ഓഫ് ലാഹോർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ട്രീറ്റി ഓഫ് ലാഹോർ. ആരൊക്കെ തമ്മിലായിരുന്നു ട്രീറ്റി ഓഫ് ലാഹോർ? ആംഗ്ലോ സിഖ് വാർ, അല്ലേ? ആംഗ്ലോ സിഖ് വാർ അത് കൺക്ലൂഡ് ചെയ്ത ഒരു ട്രീറ്റി ആയിരുന്നു 1846 ട്രീറ്റി ഓഫ് ലാഹോർ, ആംഗ്ലോ സിഖ് വാർ. അപ്പോ ആംഗ്ലോ സിഖ് വാർ, ഇപ്പൊ ലാഹോർ എവിടെയാണ്? ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനിൽ, അല്ലേ? അപ്പൊ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗ്ലോ സിഖ് വാർ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം, കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രീറ്റി ഓഫ് ഗണ്ടമാക്. ദ ട്രീറ്റി ഓഫ് ഗണ്ടമാക് വാസ് സൈൻഡ് ഇൻ വിച്ച് ഇയർ? ഇപ്പോ ഈ ട്രീറ്റി ഓഫ് ഗണ്ടമാക് എന്ന് പറഞ്ഞിരിക്കുന്ന 1879ലാണ്. അതും സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാറിന്റെ സമയത്താണ് ഈ ഒരു ട്രീറ്റി ഓഫ് ഗണ്ടമാക് സൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് താഴെ പറയുന്ന ആരാണ് ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം കൽക്കട്ട ടു ഡൽഹി?
അപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആദ്യഘട്ടത്തിൽ എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു അല്ലെ. അത് ഡൽഹിയിലേക്ക് ആരുടെ സമയത്താണ് മാറ്റിയത്? ലോർഡ് ഹാർഡിഞ്ചെ അല്ലെ. ഓപ്ഷൻ ബി, ലോർഡ് ഹാർഡിഞ്ചെ. 1911 ലോർഡ് ഈ ഹാർഡിഞ്ചയുടെ സമയത്ത് കൽക്കട്ടയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡൽഹിയിലേക്ക് എന്ത് മാറ്റുന്നത്? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റുന്നത്. അപ്പൊ ആ തലസ്ഥാനം മാറ്റുന്ന ആ സമയത്തൊക്കെ ഒരു വലിയ അല്ലെ ആനപ്പുറത്ത് കയറി വരുന്ന ലോർഡ് ഹാർഡിഞ്ചെ അവർക്ക് മുമ്പിൽ ഒരു ബോംബ് പൊട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ കഥകളും അല്ലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിരിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോ ലോർഡ് ഹാർഡിഞ്ചെ അദ്ദേഹം 1911 കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അണ്ടർവെന്റ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ് ഇൻ ബ്രിട്ടീഷ് പാർലമെന്റ്? താഴെ പറയുന്ന ഏത് ഗവർണർ ജനറൽ ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തത്? അപ്പൊ ഇംപീച്ച്മെന്റ് എന്ന വാക്ക് നമ്മൾ അല്ലെ ഇന്ത്യൻ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന അല്ലെ ആ ഒരു വാക്കാണ് എന്ത് ചെയ്യുന്ന ഈ ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് അല്ലെ. അപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഗവർണർ ജനറൽ. അപ്പൊ ആ ഒരു ഗവർണർ ജനറൽ, താഴെ പറയുന്ന ഗവർണർ ജനറൽ ആരെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പുറത്താക്കിയത്, ഇംപീച്ച് ചെയ്തത്? അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായ ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ സി, വാറൻ ഹേസ്റ്റിങ്സ്, അദ്ദേഹത്തെയാണ് ഈ ഒരു ഇംപീച്ച്മെന്റ്, അതും ഇംപീച്ച്മെന്റ് അതിന് കാരണം നന്ദകുമാർ എപ്പിസോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കാരണമായിരുന്നു. അതായത് നന്ദകുമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ, ആ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ബ്രൈബറി അല്ലെങ്കിൽ കോഴ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തൂക്കിക്കൊന്നു. നമുക്കറിയാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് തൂക്കിക്കൊല എന്നല്ല അല്ലെ, മറ്റ് ഡിപ്പാർട്ട്മെന്റൽ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നന്ദകുമാർ എപ്പിസോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അതിൽ തന്നെ ഈ നന്ദകുമാർ അദ്ദേഹം പല കറപ്ഷൻ കാര്യങ്ങളും വാറൻ ഹേസ്റ്റിങ്സിന്റെ പല കറപ്ഷൻ കാര്യങ്ങളും എക്സ്പോസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറെ തിയറീസും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് പ്രതിരോധിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാറൻ ഹേസ്റ്റിങ്ങിനെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തത്? ഇംപീച്ച് ചെയ്ത് റിമൂവ് ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഗാന്ധിജീസ് ദണ്ഡി മാർച്ച്? ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് അല്ലെ, 1930 ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച്, ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? അതെ, ഓപ്ഷൻ എ, ലോർഡ് ഇർവിൻ. അപ്പോ ആ ഇർവിന്റെ സമയത്ത് നമുക്കറിയാം ഈ ദണ്ഡി മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ആൻസറിൽ എത്താൻ സാധിക്കും. ഓപ്ഷൻ എ, 1930 ഗാന്ധിയും ഇർവിൻ പ്രഭുവായിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഗവർണർ ജനറൽ വെൻ 1857 റിവോൾട്ട് ബ്രോക്ക് ഔട്ട്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ലോർഡ് കാനിങ്. ഓപ്ഷൻ എ, ലോർഡ് കാനിങ്. പക്ഷെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണക്കാരനായിരുന്ന ലോർഡ് ഡൽഹൌസി, അദ്ദേഹത്തിന്റെ കുറെ ഇനീഷ്യേറ്റീവുകൾ അല്ലെങ്കിൽ കുറേയധികം പോളിസീസ്, അത്തരം പോളിസികൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് എന്ന് നമുക്കറിയാം. അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങൾ, എക്കണോമിക്, സോഷ്യൽ, ഇങ്ങനെ കുറെ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഡൽഹൌസി മാറി തൊട്ട് ശേഷം വന്ന വ്യക്തിയാണ് ലോർഡ് കാനിങ്. ആ കാനിങ്ങിന്റെ സമയത്താണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നത്? 1857 പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ 1858 മൊത്തത്തിൽ ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എല്ലാം എന്ത് ചെയ്യുന്നു? പൊളിച്ചു പണിയുന്നു. അങ്ങനെ
ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റിന് പകരം വൈസ്രോയ് എന്നുള്ള പോസ്റ്റ്, ജസ്റ്റ് പേര് മാറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറലായ ലോർഡ് കാനിങ് അദ്ദേഹത്തെ ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് നിയമിക്കുന്നു. ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ലോക്കൽ ഗവൺമെന്റ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് റിപ്പൺ. അതായത് ഇന്ത്യൻ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ല, ഫാദർ ഓഫ് ഇന്ത്യ എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ബൽവന്തറായാണ്. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ലോർഡ് റിപ്പൺ, അല്ലേ? ലോർഡ് റിപ്പൺ. അതിന് മറ്റൊരു കാരണം ഉണ്ട് കേട്ടോ. കാരണം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവന്നു എന്ന് പറയുമ്പം നമ്മൾ തോന്നും ഇന്ത്യക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സംഭവമാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അത്. കാരണം പല സമയങ്ങളിലും ഈ സെൻട്രൽ ഗവൺമെന്റ്, അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് പല ടാക്സ് വരുമാനം കമ്മി ഉണ്ടായ സമയത്ത് താഴെത്തട്ടിലുള്ള ഗവൺമെന്റിനെ റൺ ചെയ്യാനുള്ള പൈസയുടെ കുറവ് മൂലം അവരെന്ത് ചെയ്തു? താഴെത്തട്ടിലുള്ള ഗവൺമെന്റുകൾക്ക് സ്വന്തമായി ടാക്സ് കളക്ട് ചെയ്യാനും ഒരു ഓട്ടോണമസ്, പൂർണ്ണമായിട്ട് ഓട്ടോണമസ് എന്നല്ല, ഒരു ഓട്ടോണമസ് രീതിയിൽ ഭരണം നടത്താനുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് സ്ഥാപിച്ചു? ലോർഡ് റിപ്പൺ സ്ഥാപിച്ചു. അതിലൂടെ കുറേയധികം ടാക്സുകൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ പിരിക്കുകയും താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലോർഡ് റിപ്പൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈറ്റിൽ ഓഫ് വൈസ്രോയ് വാസ് ആഡഡ് ടു ഓഫീസ് ഓഫ് ഗവർണർ ജനറൽ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യമായി ദ ടൈറ്റിൽ ഓഫ് വൈസ്രോയ്, അല്ലെ, വൈസ്രോയ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈറ്റിൽ ഗവർണർ ജനറൽ കൊടുത്തിരിക്കുന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ സി, 1858. പെട്ടെന്ന് നമുക്ക് ഓർക്കാം അല്ലേ? കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുന്നു. ആ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ്, ഭരണം ഏറ്റെടുത്ത വർഷം 1858. ആ ഒരു ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പോസ്റ്റൽ ചേഞ്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, who among the following was the last Governor General of India before this office was permanently abolished? അപ്പോ ഗവർണർ ജനറൽ ആ ഒരു പോസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ, 1947 മുതൽ 1950 വരെ 2 ഗവർണർ ജനറൽമാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻ സി അല്ലടാ, ഓപ്ഷൻ ബി ആണേ, സി രാജഗോപാലാചാരി. ഓക്കെ, സി രാജഗോപാലാചാരി. അതെന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുറച്ച് സമയത്തേക്ക് ലോർഡ് മൗണ്ട് ബാറ്റൻ ബിക്കെയിം ദ ഗവർണർ ജനറൽ. ശേഷം അവർ പിന്നീട് എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാർക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു സ്ഥാനം കൈമാറുന്നു. അങ്ങനെ സി രാജഗോപാലാചാരി ബിക്കം ഗവർണർ ജനറൽ. പിന്നീടാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി മാറുകയും ആദ്യത്തെ പ്രസിഡന്റായി ആര് വരുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നതും ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ 21 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു വെല്ലസ്ലീസ് അഡ്മിനിസ്ട്രേഷൻ. ലോർഡ് വെല്ലസ്ലി. അപ്പോ ലോർഡ് വെല്ലസ്ലി, ദാറ്റ് ഈസ് റിച്ചാർഡ് വെല്ലസ്ലി. ഈ വെല്ലസ്ലി എന്ന് കേൾക്കുമ്പം പല സമയത്തും നിങ്ങൾ 2 വെല്ലസ്ലിമാരെ കാണാം. വെല്ലസ്ലി, ഒന്ന് ആർത്തർ വെല്ലസ്ലി, മറ്റൊന്ന് റിച്ചാർഡ് വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർത്തർ വെല്ലസ്ലി ആരായിരുന്നു? ആർത്തർ വെല്ലസ്ലി ഇപ്പോ നമ്മുടെ
ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹമായിരുന്നു. ആർത്തർ വെല്ലസ്ലി കേട്ടോ, ആർത്തർ വെല്ലസ്ലി. ഏ ഇങ്ങനെ പല യുദ്ധങ്ങളും നേരിട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആർത്തർ വെല്ലസ്ലി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഈ റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഇന്ത്യ പോലെ എന്ത് ചെയ്യുന്നു ഒരു പൊളിറ്റിക്കൽ ഹെഡ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെയൊക്കെ വൈസ്രോയി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്, ഇൻ ദി 6 years ഓഫ് വെല്ലസ്ലീസ് അഡ്മിനിസ്ട്രേഷൻ ദ ആർമി അക്കൗണ്ടഡ് ഫോർ 42.5% ഓഫ് കമ്പനീസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ സമയത്ത് കുറേയധികം യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ആംഗ്ലോ മൈസൂർ വാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വെല്ലസ്ലീസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വർ റെസ്ട്രിക്റ്റഡ് ടു കമ്പനി ഓഫീസ് അല്ലെങ്കിൽ കമ്പനി അഫയേഴ്സ് ഓൺലി ആയിരുന്നില്ല. പല അധികം പൊളിറ്റിക്കൽ അഫയേഴ്സുകളിലും വെല്ലസ്ലി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് തെറ്റായിട്ട് കണക്കാക്കാം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ശരി. സോ നമ്മുടെ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് 1793 ഇൻട്രൊഡ്യൂസ്ഡ്. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആരാണ് കൊണ്ടുവന്നത്? 1793 ആ സമയത്ത് ആരാണ് കൊണ്ടുവന്നത്? അതല്ലല്ലോ ചോദ്യം അല്ലെ. കൊണ്ടുവന്നത് ലോർഡ് കോൺവാലിസ് ആണ് അല്ലെ. ലോർഡ് കോൺവാലിസ് ആണ് ഈ സംഭവം പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം കൊണ്ടുവന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് എന്തിനായിരുന്നു? ഓപ്ഷൻ ബി, ബൂർഷ്വാസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻ ലാൻഡ് ടു ജമീന്ദാസ്. ബൂർഷ്വാസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻ ലാൻഡ് ടു ജമീന്ദാസ്. അതായത് ആരായിരിക്കുന്ന ആൾക്കാർ അവരുടെ ലാൻഡ് റൈറ്റ്സുകൾ ആർക്ക് കൊടുത്തു? ജമീന്ദാർമാർക്ക് കൊടുത്തു. അങ്ങനെ ആ ജമീന്ദാർമാർ എന്ത് ചെയ്യണം? ഈ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരിൽ നിന്നും ടാക്സുകൾ കളക്ട് ചെയ്ത് പിരിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് അതും പെർമനന്റ് ആയിട്ട് ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് ഇപ്പോ കൃഷി ചെയ്താലും അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എത്ര സർപ്ലസ് ഉണ്ടെങ്കിലും എത്ര ലോസ് ആണെങ്കിലും ആ ഒരു എമൗണ്ട് കൊടുക്കണം. അതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് കേട്ടോ. സോ നമ്മുടെ ആൻസർ ബി. അപ്പൊ ഇതിലൂടെയൊക്കെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പെർമനന്റ് സെറ്റിൽമെന്റ് എന്നുള്ള സംഭവത്തിലൂടെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നടന്നത് മറ്റൊന്നാണ്. ഈ ജമീന്ദാർമാർ കഴിവതും ഈ സാധാരണക്കാരായിരിക്കുന്ന പെസൻസ് കൃഷിക്കാരിൽ നിന്നും കുറേയധികം ഈ ടാക്സ് പിരിച്ചെടുത്തു, ഊറ്റിയെടുത്തു അല്ലെ. പക്ഷേ ഈ കൃഷിക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കാര്യം ഇവർ ചെയ്തുമില്ല. അങ്ങനെ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു ഈ ഒരു സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാൾ ഇൻ 1793? ഇതിന്റെ ആൻസർ ആണ് ലോർഡ് കോൺവാലിസ്. കോൺവാലിസ് കോഡ് എന്നൊക്കെ പറയാം. സോ ഓപ്ഷൻ എ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടുതലല്ലോ, കുഴപ്പമില്ലല്ലോ. Is it okay? Yes, sir. Okay. Okay. അടുത്ത ക്വസ്റ്റ്യൻ, in which system was direct settlement made between the rights? In which system was direct settlement made between the government and rights? അതായത് റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാർ നേരിട്ട് ഗവൺമെന്റിനെ പൈസ ഏൽപ്പിക്കുന്ന, ടാക്സ് അടക്കുന്ന ആ ഒരു സിസ്റ്റം താഴെ പറയുന്ന ഏത് സിസ്റ്റമാണ്? റൈറ്റ് വാരി സിസ്റ്റം. ഓക്കെ. അപ്പോ ബ്രിട്ടീഷുകാർ 3 പ്രധാനപ്പെട്ട സിസ്റ്റം ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം, അതിന്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി സിസ്റ്റം. ആ ജമീന്ദാരി സിസ്റ്റത്തിലൂടെ ടാക്സ് പിരിക്കാൻ ആരെ ഏൽപ്പിച്ചു? ജമീന്ദാറിനെ ഏൽപ്പിച്ചു. ജമീന്ദാർ ടാക്സ് പിരിച്ച് ഗവൺമെന്റ് കൊടുക്കും. അതാണ് ഗവൺമെന്റ് ഒന്നുകൂടി ഈസി. രണ്ടാമത്തെ സിസ്റ്റം ആയിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, അതായത് പെസൻസ്, കൃഷിക്കാർ നേരിട്ട് ഗവൺമെന്റിന് ടാക്സ് അടക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റം
മഹൽവാരി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രാമങ്ങൾ ആ ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ ഭാഗത്തെ എല്ലാ ആൾക്കാരുടെയും ടാക്സ് പിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 രീതിയിലുള്ള സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിലെ ആൻസർ 25ന്റെ ആൻസർ റൈറ്റ്വാരി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഗംഗ വാലി, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസസ്, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. ഓപ്ഷൻ ബി മഹൽവാരി സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വില്ലേജ് ഹെഡ്മാൻ അല്ലെങ്കിൽ വില്ലേജിലെ മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വില്ലേജ് തലവൻ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു വില്ലേജിലെ എല്ലാവരും ടാക്സും പിരിച്ചുകൊണ്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗംഗ വാലി, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസസ്, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. ഈ റൈറ്റ്വാരി പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് മദ്രാസ്, സൗത്ത് ഇന്ത്യയിലാണ് കേട്ടോ. സൗത്ത് ഇന്ത്യ, ഡെക്കാൻ ഏരിയയിലൊക്കെയാണ് റൈറ്റ്വാരി കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ കൽക്കട്ട, ഡൽഹി ആ ഒരു ഏരിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കോൺസിക്വൻസസ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ് ഓൺ റൂറൽ സൊസൈറ്റി ഇൻ ബംഗാൾ? കോൺസിക്വൻസസ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ്. ഇതിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ജമീന്ദാസ് ഇംപ്രൂവ്ഡ് അഗ്രികൾച്ചർ. ഞാൻ ഒരിക്കലും അഗ്രികൾച്ചർ ഇംപ്രൂവ്. സോ എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, റോങ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ബി ജോട്ടേദാസ് കൺസോളിഡേറ്റഡ് പവർ. ഞാൻ അതിലേക്ക് വരാം. ഓപ്ഷൻ സി റൈറ്റ്സ് പ്രോസ്പേർഡ്. ഓപ്ഷൻ ഡി കളക്ടറേറ്റ് സിസ്റ്റം ഫെയിൽഡ്. ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജോട്ടേദാസ് കൺസോളിഡേറ്റഡ് പവർ. അതായത് ജോട്ടേദാസ് പറഞ്ഞാൽ ഈ ജമീന്ദാർമാരുടെ ബ്രോക്കർമാരാണ്. ജമീന്ദാർ, ആബ്സെന്റി ലാൻഡ് ലോഡിസം എന്നൊക്കെയുള്ള ഒരു വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആബ്സെന്റി ലോഡിസം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ, ആ ഒരു ഏരിയയിലെ ജമീന്ദാർ ഒരു വ്യക്തി, പേഴ്സൺ എ ആയിരിക്കും ആ ഒരു ഏരിയയിലെ വ്യക്തി. പക്ഷെ ഈ വ്യക്തി അടുത്ത ടൗണിലേക്ക് എന്ത് ചെയ്യുന്നു, സ്ഥലം മാറിപ്പോകുന്നു. അങ്ങനെ ആ ഒരു വില്ലേജിലെ ടാക്സ് വേണ്ടി പേഴ്സൺ ബി ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ബി എ വിളിക്കുന്ന പേരാണ് ജോട്ടേദാർ. അപ്പൊ ജോട്ടേദാറിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി എന്താ? ആ വില്ലേജിലെ ടാക്സ് എല്ലാം വെച്ചുകൊണ്ട് ആരംഭിക്കുന്നു, ആ ടൗണിലുള്ള ജമീന്ദാറിനെ ഏൽപ്പിക്കുന്നു. അപ്പോ ഈ പെർമനന്റ് സെറ്റിൽമെന്റിലൂടെ ജമീന്ദാർമാർ ആൾക്കാരും കഴിഞ്ഞു. അങ്ങനെ ജോട്ടേദാർ കൂടുതൽ എന്ത് ചെയ്യുന്നു, പവർഫുൾ ആയി മാറുന്ന സംഭവമാണ് പിന്നീട് കാണുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് 28th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റൈറ്റ്വാരി സിസ്റ്റം ഈസ് ഓർ ആർ കറക്റ്റ്? റൈറ്റ്വാരി സിസ്റ്റം സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ഗവൺമെന്റ് കളക്ട് ഡയറക്ട്ലി ഫ്രം ഇൻഡിവിജ്വൽ കളക്ടേഴ്സ്. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓപ്ഷൻ 2, കൾട്ടിവേറ്റേഴ്സ് വെർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ലോ ആസ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്വാരിസത്തിൽ അവർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ റൈറ്റ്സ് തന്നെയായിരുന്നു ഓണേഴ്സ്. സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CDSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആട്ടോ. CDS എക്സാമിന് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ വർക്ക് ഓഫ് സിയാറുൽ മുത്തഖിറിൻ which described Battle of Plassey in 1757 was written by.
അപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസിയെ കുറിച്ച് താഴെ പറയുന്ന ഏത് വ്യക്തിയാണ് ഈ ഒരു ബുക്ക് സിയാറുൽ മുത്തഖരീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്? സോ ഓപ്ഷൻ സി ഗുലാം ഹുസൈൻ. ഗുലാം ഹുസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, which one among the following was immediate cause of attack by Nawab Sirajuddaulah on Calcutta in 1756? അപ്പോ ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മൾ നേരത്തെ നോക്കി അല്ലേ, ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി എന്നറിയോ? ബ്രിട്ടീഷുകാർ അല്ലെ, ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ നവാബായ സിറാജ് ദൗളയായിട്ടായിരുന്നു. ആ ഒരു യുദ്ധത്തിന് ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം തൊട്ട് മുമ്പത്തെ വർഷം 1756 ഈ ബംഗാൾ അല്ലെ, കൽക്കട്ടയിലുള്ള ഒരു ഫാക്ടറി, കൽക്കട്ടയിൽ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഒരു ഫാക്ടറി പൊളിച്ചു നീക്കാൻ വേണ്ടി ബംഗാളിലെ നവാബ് ഓർഡർ കൊടുത്തു. പക്ഷെ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി ആ ഒരു ഓർഡർ ചെവികൊണ്ടില്ല. അങ്ങനെ ആ ഒരു കൽക്കട്ടയിലെ ഫാക്ടറി എന്ത് ചെയ്യുന്നു, ഈ സിറാജുദ്ദൗള അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ കുറെ പേരൊക്കെ, കുറെ ഓഫീസേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, പിടിച്ചുകൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, കത്തിക്കുന്നു, ഒരു റൂമിലിട്ട് കത്തിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള കുറേയധികം ആക്ഷൻസ് ആരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്? നവാബ് സിറാജുദ്ദൗലയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പൊ ഈ സിറാജുദ്ദൗലയുടെ അല്ലെ, അതിന്റെ ഒരു റിവെഞ്ച് ആയിട്ടാണ് 1757 റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻസർ ഈസ് ഡി. എന്തുകൊണ്ടാണ് ഈ 1756 ഈ സിറാജുദ്ദൗല ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി, ദ റിഫ്യൂസൽ ഓഫ് ഇംഗ്ലീഷ് ടു ഡിമോളിഷ് ദ ഫോർട്ടിഫിക്കേഷൻ ഓഫ് കൊൽക്കട്ട. കൊൽക്കട്ടയിലെ ഫാക്ടറി പൊളിക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യില്ല, സമ്മതിച്ചില്ല. അതാണ് ഈ ഒരു സംഭവത്തിന് കാരണം കേട്ടോ, അറ്റാക്ക് ചെയ്യാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് ഗവർണർ ജനറൽ ഫോം ദ ട്രിപ്പിൾ അലയൻസ് അഗെയിൻസ്റ്റ് ടിപ്പു സുൽത്താൻ? അപ്പോൾ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോർഡ് കോൺവാലിസ് ആണ് എന്ത് ചെയ്തത്? ഒരു ട്രിപ്പിൾ അലയൻസ്. ആരൊക്കെ തമ്മിലായിരുന്നു? നിസാം, ഹൈദരാബാദ് നിസാം, അതുപോലെ തന്നെ മറാത്താസ്, ദെൻ ഇംഗ്ലീഷുകാർ, അവർ കൂടിയായിരുന്നു ഈ ഒരു അലയൻസ് ഉണ്ടായിരുന്നത്. അങ്ങനെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ഉണ്ടാവുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മറാത്ത സ്റ്റേറ്റ്മെന്റ് സൈൻഡ് ദ ട്രീറ്റി ഓഫ് ബസൈൻ? അപ്പൊ ബസൈൻ ആരൊക്കെ തമ്മിലായിരുന്നു? എന്തൊക്കെ എഗ്രിമെന്റ്? ഇംഗ്ലീഷുകാരും മറാത്താസും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അത്. മറാത്ത സ്റ്റേറ്റ്മെന്റ് ആയ ബാജിറാവു സെക്കൻഡ് ആണ് അത് സൈൻ ചെയ്തത് കേട്ടോ. ബാജിറാവു സെക്കൻഡ് ആണ് ഈ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റി ഓഫ് ബസൈൻ സൈൻ ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോണോളജിക്കലി അറേഞ്ച് ദ ഫോളോയിങ് ട്രീറ്റീസ് ഓർ കൺവെൻഷൻസ് signed between Marathas and British. Chronologically arrange the following treaties or conventions signed between Marathas and British. അപ്പോൾ മറാത്താസും ബ്രിട്ടീഷ് പല സമയങ്ങളിലായി യുദ്ധം നടന്നതായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ താഴെ പറയുന്നതിൽ ഏതൊക്കെയായിരുന്നു ക്രോണോളജിക്കലി ആദ്യം നടന്ന ട്രീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോ ആദ്യത്തേത് ട്രീറ്റി ഓഫ് സാൽബായ്, രണ്ടാമത് ട്രീറ്റി ഓഫ് പുരന്തർ, മൂന്നാമത് കൺവെൻഷൻ ഓഫ് വാഡ്ഗാവോൺ, നാലാമത് ട്രീറ്റി ഓഫ് സൂറത്ത്. അപ്പൊ ഇതിൽ ആദ്യത്തേത് 1775 ട്രീറ്റി ഓഫ് സൂറത്ത് അല്ലേ.
ട്രീറ്റി ഓഫ് സൂറത്ത് ആയിരുന്നു. പിന്നീട് പുരന്ദർ 1776 ട്രീറ്റി ഓഫ് പുരന്ദർ, പിന്നീട് 1779 വാഡ്ഗാവോൺ, പിന്നീട് 1782 സാൽബായ്, ട്രീറ്റി ഓഫ് സാൽബായ്. അപ്പം ഏറ്റവും അവസാനം സാൽബായ് തന്നെയാണ് ബാജിറാവ് സൈൻ ചെയ്ത സംഭവം എന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, The College of Fort William was established by which one of the following Governor General? കൽക്കട്ടയിലെ ഫോർട്ട് വില്യം അല്ലേ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൽക്കട്ടയിൽ ഒരു കോളേജ് പണിതുണ്ടായിരുന്ന ആരായിരുന്നു? ലോർഡ് കോൺവാൽ, സോറി, ആരായിരുന്നു? റിച്ചാർഡ് വില്ലസ്ലി അല്ലേ? ആ ഒരു പേര് കണ്ടില്ലേ? റിച്ചാർഡ് വില്ലസ്ലി കേട്ടോ, റിച്ചാർഡ് വില്ലസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് സ്റ്റാർട്ടഡ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സർവീസ്? താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സർവീസ്, ഇപ്പോ IAS പോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലോർഡ് കേഴ്സൺ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വൈസ്രോയ്സ് വാസ് ഫസ്റ്റ് ടു ഒഫീഷ്യലി ഷിഫ്റ്റ് ഹിസ് കൗൺസിൽ ടു ഷിംല ഇൻ സമ്മർ സീസൺ? അപ്പോ ഷിംലയിൽ വൈസ്രോയുടെ ഒരു അല്ലെ ഒരു താമസ സ്ഥലം ഉള്ളതായിട്ട് നമ്മൾ കേട്ട് കാണും. ആരായിരുന്നു, ഏത് വൈസ്രോയി ആയിരുന്നു മാറ്റിയത്? ഓപ്ഷൻ എ, ജോൺ ലോറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അതായത് മുസ്ലിങ്ങൾക്കും ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കാണ്, അതും 1909 മോർലി മിന്റോ റിഫോംസ് അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രൊവിഷൻ ഫോർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് വാസ് ഗിവൺ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരുന്നത് താഴെ പറഞ്ഞ ഏത് നിയമത്തിലൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, മിന്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മോർലി മിന്റോ റിഫോംസ് 1909 ആ മോർലി മിന്റോ റിഫോംസിലൂടെയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ മറ്റൊരു പേര് പറയും കമ്മ്യൂണൽ ഇലക്ടറേറ്റ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബ്രിട്ടീഷ് ഫേംസ് വാസ് ടേക്കൻ ഓവർ ബൈ സൂരജ് മുൾ നാഗർമുൽ ഗ്രൂപ്പ്? ഈ സൂരജ് മുൾ നാഗർമുൽ ഗ്രൂപ്പ് താഴെ പറഞ്ഞ ഏത് ബ്രിട്ടീഷ് ഫേമാണ് എടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി, ആൻഡ്രോ യൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ബിലീവ് ദാറ്റ് റഷ്യൻ ഡിസൈൻ വേർ ഇമ്മിനന്റ് പെറിൽ ടു സെക്യൂരിറ്റി ആൻഡ് ട്രാങ്ക്വിലിറ്റി ഓഫ് ഇന്ത്യൻ എംപയർ ഇൻ 1836? അപ്പോ ഈ റഷ്യക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആംഗ്ലോ അഫ്ഗാൻ വാർ. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം പ്രത്യേകിച്ച് റഷ്യൻ കൺട്രിയെ ഭയന്നുകൊണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യം ഈ അഫ്ഗാൻ അങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ റഷ്യക്കാർ അത് പിടിച്ചടക്കി അവർ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള പേടി കൊണ്ടായിരുന്നു ആദ്യം തന്നെ അഫ്ഗാനിസ്ഥാനെ പിടിച്ചടക്കാൻ വേണ്ടി എന്ത് ചെയ്തത്? ആര്? ലോർഡ് ഓക്ലാൻഡ് അഫ്ഗാനിസ്ഥാനിലേക്ക് സൈന്യത്തെ അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്ലാൻഡിന്റെ ആ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്കാർ ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഭീഷണിയാണ് എന്ന രീതിയിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ടീ ഗ്രോയിങ് ഇൻ ഇന്ത്യ ഇൻ 19th century വാസ് മെയ്ഡ് പോസിബിൾ ബൈ? താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യയിൽ ടീ ഗ്രോയിങ് അല്ലെങ്കിൽ തേയില അല്ലെ, തേയില ഇന്ത്യയിൽ കൂടുതലായിട്ട് കൊമേഴ്ഷ്യൽ എന്ത് ചെയ്യാൻ അഗ്രികൾച്ചർ അല്ലെ, കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു തേയിലയെ ഇന്ത്യയിലേക്ക് പ്രചാരം നടത്തിയത്? അതിന്റെ ആൻസർ റോബർട്ട് ഫോർച്യൂൺ. അദ്ദേഹമാണ് ഈ ടീ പ്ലാന്റുകളുടെ ഒരു ഐഡിയ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ഓക്കെ, റോബർട്ട് ഫോർച്യൂൺ ഇന്ത്യയിലേക്ക് ഈ ടീയെ മാസ് പ്രൊഡക്ഷൻ ചൈനയിൽ നിന്നും കുറേയധികം അറിവുകൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റുന്ന കുറേയധികം അറിവുകൾ
ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൂടുതൽ ഈ ടീ പ്ലാന്റേഷൻ ചെയ്യുന്നു, അതിനെ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആര്, റോബർട്ട് ഫോർച്യൂൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് പോയിന്റ്സ് മനസ്സിലായോ? ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ അല്ലെ, കുറെ വ്യക്തികൾ, കുറെ ബുക്സുകളൊക്കെ പുതുതായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാത്ത കുറെ പേരുകളൊക്കെയാണ്. പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ബൈ.